നമ്മൾ ഈ യൂട്യൂബൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ചില ചാനൽസിനകത്ത് ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഹസ്ബൻഡിന് ഇന്ന ക്വാളിറ്റീസ് ഉണ്ടോ എങ്കിൽ അയാൾ പെർഫെക്റ്റ് പാർട്ണർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ ഇങ്ങനെയൊക്കെയാണോ 10 ഗുണങ്ങൾ കാണിച്ചിട്ട് ഇങ്ങനെയാണെന്ന് പറയാറുണ്ട്. അപ്പം എനിക്ക് പേഴ്സണലി അറിയാവുന്ന 1-2 പേര് ഇതൊന്നും എന്റെ ഹസ്ബൻഡിന് ഇല്ല, അതുകൊണ്ട് തന്നെ അയാൾ ഗുഡ് അല്ല, ചീറ്റിംഗ് ആണ് എന്ന രീതിക്ക് സംസാരിച്ച് വരുന്ന ആൾക്കാരെ ഇന്ന് കാണുന്നുണ്ട്. അപ്പൊ അതെല്ലാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അല്ലേ? തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതം എന്താണെന്നും നമ്മളുടെ ലൈഫിന്റെ പാർട്ണർ, നമ്മുടെ പാർട്ണർ ആരാണെന്നും എന്താണെന്നും തിരിച്ചറിയുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നും നമുക്ക് ഫീൽ ചെയ്യുകയാണ്. ഓക്കെ, എന്നെ കെയർ ചെയ്യുന്നില്ല, കൺസേൺ. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പെൺകുട്ടികൾ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ കഴിവുള്ളവരും വിദ്യാഭ്യാസമുള്ളവരുമാണ്. അവർക്ക് മറ്റൊരാളുടെ കെയറിങ് എന്തിനാണ്? കെയറിങ്ങും കൺസേണിൻ്റെ ആവശ്യമില്ല. അതിൽ നിന്നാണ് എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചില്ലെങ്കിൽ എന്നെ എൻ്റെ ഹസ്ബൻഡ് സ്നേഹിക്കുന്നില്ല. അല്ല, അതെന്താന്ന് വെച്ചാൽ മാം ഞാൻ പറഞ്ഞില്ലേ, അതായത് വീട്ടിൽ പാമ്പറിങ്, ഈ പാമ്പറിങ് എന്ന് പറഞ്ഞ ഒരു വേർഡാണ് ഏറ്റവും കൂടുതൽ ഈ ഫാമിലി ലൈഫിൻ്റെ ഒരു തകർച്ചയ്ക്ക് കാരണം. ഈ പെൺകുട്ടികളെയും ഏറ്റവും കൂടുതൽ ആൺകുട്ടികളെയാണ് കുടുംബത്തിൽ അമ്മ കൃത്യമായിട്ട് ഒരു 25 വയസ്സായാലും അമ്മ തന്നെയാണ് വാരി കൊടുക്കുന്നത്. ഇവർ കല്യാണ ജീവിതത്തിലോട്ട് പോകുമ്പോഴത്തേക്കും അത് അവസാനം ഈ പെൺകുട്ടിക്ക് ഇതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഈ പെൺകുട്ടീനെയും പാമ്പർ ചെയ്യുമ്പോഴത്തേക്കാണ് അവർക്കൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പാമ്പറിങ് ആണ് ഏറ്റവും വളരെ, അതായത് ഒരു വില്ലനായിട്ട് കാണുന്നത്. ഇന്നും നമുക്ക് എന്താണ് നല്ല പാരന്റിങ് എന്നുള്ളത് അറിയില്ല. ഇപ്പം പാമ്പർ ചെയ്യാതിരുന്നത് എന്താണ് പ്രശ്നം? സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് വേറൊരു കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ട്, തൻ്റെ ബർത്ത്ഡേ ഇല്ല, അപ്പം അച്ഛനും അമ്മയ്ക്കും തന്നോട് സ്നേഹമില്ല. ഇപ്പം പാരൻസിന് അങ്ങോട്ടും തിരിയാൻ പറ്റൂല, ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പാമ്പർ ചെയ്തില്ലെങ്കിലും ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടാവും, പാമ്പർ ചെയ്താൽ ബിഹേവിയർ പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ ഈ രണ്ടിൻ്റെയും നടുക്ക് നിന്ന് എങ്ങനെ നല്ലൊരു പാരന്റ് ആവണം എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് അറിയില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു പാരന്റ്, അതായത് കുട്ടികളോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവർക്ക് വേണ്ട ഒരു സജഷൻസും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഉപദേശം ഇഷ്ടമല്ല. ഓക്കെ, ഏത് സമയവും നമ്മൾ ചെന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് താല്പര്യമുള്ള കുട്ടികളല്ല. ഓക്കെ, ക്വാളിറ്റി ടൈം അത് എങ്ങനെ കൊടുക്കണം? നമ്മളിപ്പോൾ എല്ലാ ചർച്ചയ്ക്കും സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്നതാണ് ക്വാളിറ്റി ടൈം കുട്ടിക്ക് കൊടുക്കണം, കുട്ടിക്ക് ക്വാളിറ്റി ടൈം കൊടുക്കണം എന്നുള്ളത്. കുട്ടിക്ക് ക്വാളിറ്റി ടൈം പോയിട്ട് ടൈം ഇല്ല ജീവിതത്തിൽ. മിക്ക കുട്ടികളും വീട്ടിൽ വന്ന് കയറുന്നത് 8-9 മണിക്കാണ്. ട്യൂഷൻസ് LKG പഠിക്കുന്ന കുട്ടിക്ക് പോലും ഉണ്ട് ട്യൂഷൻ. ഇതിൻ്റെ ഇടയിൽ എവിടെയാണ് ക്വാളിറ്റി ടൈം കൊടുക്കാനായിട്ടുള്ളത്? കുട്ടികൾ വന്ന ഉടനെ ഒന്നി TV തുറന്നു വെച്ചിട്ട് ഗെയിംസ് ഇരുന്ന് കാണും, യൂട്യൂബിൽ ഗെയിം കൊടുത്തില്ലെങ്കിൽ. അതല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഗെയിം കളിക്കാൻ തുടങ്ങും. ആ സമയത്ത് മക്കളെ വാടാ, ഞാൻ ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറഞ്ഞ കുട്ടികൾ സമ്മതിക്കില്ല. കുട്ടികൾക്ക് അങ്ങനെയല്ല വേണ്ടത്. അപ്പം നമ്മൾ ഈ പറയും പോലെ ഒരു ടേബിളിൻ്റെ ചുറ്റും ഇരുന്നിട്ടുള്ള ക്വാളിറ്റി ടൈം എന്നൊക്കെ പറയുന്നത് അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. നമുക്ക് ചർച്ചയ്ക്കൊക്കെ നമുക്ക് പറയാം. എല്ലാവരും ഒരേ ഭക്ഷണം ഒരേ സമയത്ത് വന്നിരുന്ന് കഴിക്കണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ളൊരു സ്ത്രീ ആയിരിക്കാം, അവർക്ക് ചിലപ്പോൾ നൈറ്റ് ആയിരിക്കും അവരുടെ വർക്ക്. അവരെങ്ങനെയാണ് വന്നിരുന്ന് ഫാമിലിയുടെ കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കണം? ആ സമയമായിരിക്കും കോൾ വരുന്നത്. എനിക്ക് ഒരുപാട് കൗൺസിലിംഗ് സെഷനിൽ ഞാൻ കണ്ടിട്ടുള്ള കേസുകളാണ്. അവർ വർക്ക് ചെയ്യുന്നോണ്ടിരിക്കുന്ന സമയം കുട്ടികൾ വന്നിരുന്ന് തട്ടും വാതിലിൽ. ഇവർക്ക് വർക്കിൽ നിന്ന് എണീക്കാൻ പറ്റില്ല, അവിടെ ഒരാൾ ക്യാമറയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എവിടെയാണ് ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റുന്നത്? ക്വാളിറ്റി ടൈം നല്ലതാണ് എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ യാത്രകൾക്ക് കൊണ്ടുപോവുക, സമയം കണ്ടെത്തുക. പിന്നെ നമുക്ക് തന്നെ അറിയാം, പല കെയർ ഹോമിൽ കുട്ടികളെ കൊണ്ടുപോവുക. നിങ്ങൾ കാണാത്ത ഒരു സമൂഹം, ചിൽഡ്രൻസ് ഹോമുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള റിയലൈസേഷൻ അത് വളരെ നല്ല ഒരു പാർക്കിലും മറ്റു സ്ഥലത്ത് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സ്പേസ് തീർച്ചയായിട്ടും ഇങ്ങനെ ഇൻസൈറ്റ് ഉണ്ടാവണം. നമ്മുടെ ചുറ്റും ഈ ഒരു സമൂഹം മാത്രമല്ല, കഷ്ടപ്പെടുന്ന വിഷമിക്കുന്ന ഒരു സമൂഹമുണ്ട്. അതല്ലെങ്കിൽ ഒരാള് എങ്ങനെ നമുക്ക് തന്നെ മോഡലാവാം. നമ്മളെ കുട്ടിയുടെ മുമ്പേ നമ്മളെ പാരൻസിൻ്റെ അടുത്ത് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, ഇതെല്ലാം കണ്ടിട്ടാണല്ലോ കുട്ടി വളരുന്നത്. പല കേസിലും കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മയുടെ അമ്മയെ നോക്കുന്നില്ല എന്നും പറഞ്ഞ്
ഗ്രീഫായിട്ട്, അമ്മൂമ്മ മരിച്ചതിന് ശേഷം ഗ്രീഫായിട്ട് വേണ്ട കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാം, ഒരു കുടുംബത്തിൽ കുറച്ച് ദിവസം കഴിയപ്പോൾ ഒരു പാർട്ടീഷൻ വരും. ഓക്കെ, അപ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇന്ന് വരെ മാമൻ്റെ കുട്ടിയിലൂടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടി അടുത്ത ദിവസം മാമനും മാമിയും കുട്ടിയും കൂടെ വേറൊരു വീട്ടിലേക്ക് മാറുന്നു. റോഡിൽ വെച്ച് അമ്മയുടെ അടുത്തുള്ള ദേഷ്യം കാരണം മടിയിൽ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ മാമൻ റോഡിൽ വെച്ച് കണ്ടാൽ പോലും മിണ്ടൂല. കുട്ടിക്ക് അത് ഇമോഷണൽ പെയിനാണ്. അവർക്കറിയില്ല ഈ സ്വത്തിൻ്റെ വാല്യൂ ഒന്നും. അവർക്ക് വേണ്ട എന്താണ്, കളിക്കണം, കുട്ടികളുമായിട്ട് കസിൻസായിട്ടൊക്കെ കളിക്കണം. ഇതെല്ലാം ഇമോഷണൽ പെയിൻ ഉണ്ടാക്കും. ഇതെല്ലാം പിൻകാലത്ത് മറ്റൊരു പല പ്രശ്നങ്ങളുമായിട്ട് വരും. ഈ പ്രശ്നങ്ങളൊക്കെയാണ് ഈ കണ്ടക്ട് ഡിസോർഡറും ഈ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ആയിട്ടൊക്കെ വരുമെന്ന് പറഞ്ഞാൽ. കണ്ടക്ട് ഡിസോർഡറിന് കുറച്ചൊക്കെ ഇത് മാത്രമൊന്നും ആവണമെന്നില്ല. ജനറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് കാരണം കുറച്ചൊക്കെ ജനറ്റിക് ലോഡിങ് ഒക്കെ വരാമല്ലോ, അതൊക്കെ ഉണ്ടാവാം. പിന്നെ നമ്മളെ എൻവയറമെന്റൽ സിറ്റുവേഷൻ, ഓഫ് കോഴ്സ്, അതും ഒരു ഇത് തന്നെയാണ്. ഈ അഗ്രസീവായിട്ട് ഈ കുട്ടികൾ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിലൊക്കെ അഗ്രസീവ് ആവുന്ന പിള്ളേർ കാര്യം അവർക്ക് ആ ഒരു പെയിനും. നമ്മള് കുട്ടികളുടെ കാര്യത്തില് ഒരു വിഷാദമുള്ള കുട്ടികൾ കൂടുതൽ അഗ്രസീവ്നെസ് കാണിക്കാറുണ്ട്. ഓക്കെ, അത് നമ്മളത് എന്ത് ഡിസോർഡർ ആണെന്നുള്ള ഡയഗ്നോസിസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കണ്ടിട്ട് ഇതിൻ്റെ റൂട്ട് ലെവൽ എന്താണ് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. പല മാതാപിതാക്കൾക്കും അറിഞ്ഞുകൂടാത്ത കാര്യമാണ് ഇപ്പൊ മാം പറഞ്ഞത്. അവരതിനെ സപ്രസ് ചെയ്യും. കാരണം ഇതൊന്നുമില്ല, ഇതൊക്കെ അഹങ്കാരം കൊണ്ടുണ്ടാകുന്നതാണെന്നുള്ള രീതിയിൽ പറഞ്ഞു കളയാറാണുള്ളത്. പകരം അവരെ എങ്ങനെ ട്രെയിൻ ചെയ്യണം. അപ്പോഴും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്, കുട്ടികൾ ഒരു സൈഡിൽ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും, ഇപ്പുറത്തെ സൈഡിൽ അച്ഛനും അമ്മയും അവരുടെ പ്രശ്നങ്ങളിൽ മാത്രം ഒതുങ്ങി കിടക്കുകയാണ്. അപ്പം സെപ്പറേറ്റഡ് ആണെങ്കിലും ഡിവോഴ്സ്ഡ് ആണെങ്കിലും എന്താണെങ്കിലും അതിന് മുൻപ് ഒരു ലൈഫ് ഉണ്ടല്ലോ, ആ ലൈഫിലും ഇപ്പുറത്തെ സൈഡിൽ കുട്ടികൾ അവിടെ നിന്ന് അവരുടെ ലോകം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഇവിടെ അച്ഛനും അമ്മയും അവർ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ കുരുക്കുകൾ അഴിച്ചുകൊണ്ട് അത് വലുതാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. പകരം അപ്പോഴും അവിടെയും വേദനിക്കുന്നത് വിക്ടിംസ് ആവുന്നത് കുഞ്ഞുങ്ങൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് കൗൺസിലിങ്ങിന് ഫസ്റ്റ് ടൈം ഡിവോഴ്സിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ പല പേരൻസും കൗൺസിലിങ്ങിന് വരാറുണ്ടല്ലോ. അപ്പോൾ അവരുടെ മെയിൻ ഈ കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻസൈറ്റ് എന്തായിരിക്കും? ഒന്നാമത്തെ കാര്യം, ഒരു ഡിവോഴ്സിന് മുമ്പ് കൗൺസിലിങ്ങിന് പോകുന്ന രീതിയൊന്നും ഇവിടെ ഇല്ല. ഓക്കെ, അങ്ങനെ ഒരിക്കലും ഇല്ല. ആ സമയം നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന എന്താണ്, ആദ്യം ജയിക്കണമെന്നുള്ളതാണ്. ഓക്കെ, ആ ജയത്തിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാതെ പ്രോബ്ലത്തിന് എങ്ങനെ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും, എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ചിന്തിക്കുന്നില്ല. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഒരു കൗൺസിലിങ്ങിന് വന്നെന്നിരിക്കട്ടെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ണറിന് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ പിന്നെ ആ പാർട്ണർ പിന്നെ വരില്ല. അവർക്കൊരു പേടിയാണ് ലേബലിംഗ്. പക്ഷേ അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ സെൽഫായിട്ട് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടിയുള്ള സൊല്യൂഷൻസ്, ഈ ഡിവോഴ്സ് ആയാലും അവർ ജീവിക്കണ്ടേ അല്ലേ? അപ്പൊ അതിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ വേണ്ടേ? അപ്പോൾ നമ്മളെ മാനസികാരോഗ്യം നല്ലതാണെങ്കിൽ മാത്രമല്ലേ നമുക്കൊരു സമൂഹത്തിനോട് നമുക്ക് നല്ല രീതിയിൽ ഇടപെടാൻ പറ്റുള്ളൂ. ഈ ഹസ്ബൻഡ് ഇല്ലെങ്കിലും സമൂഹമുണ്ട്, കുട്ടിയുണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യണമെങ്കിലും മാനസികമായിട്ട് നമ്മൾ നല്ല രീതിയിലായിരിക്കണം. പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്ത് അതിന് ട്രീറ്റ്മെന്റ് എടുക്കാനോ ഒന്നും തയ്യാറാവില്ല. പക്ഷെ ഇപ്പം കുടുംബ കോടതിയിൽ മാൻഡേറ്ററി ആണ്, അതായത് കൗൺസിലിംഗ് മാൻഡേറ്ററി ആണ്. അതായത് കേസ് ഫയൽ ചെയ്ത് ഉടനെ തീരുമാനങ്ങളിലൊന്നും എത്തത്തില്ല. കോടതി സമയമെടുത്ത് കൗൺസിലിങ്ങിനൊക്കെ പോയി കൗൺസിലിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് മീഡിയേഷൻ പ്രോസസ്സും എല്ലാം കഴിഞ്ഞിട്ടേ കോടതി ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കത്തുള്ളൂ.